ഹായ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റില്ല, കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ഇന്നലെ വന്നുകൊണ്ട് കിടന്നതേ അറിഞ്ഞുള്ളൂ. അത്രയ്ക്ക് അങ്ങ് ക്ഷീണമായിരുന്നു കേട്ടോ. 2-3 ദിവസത്തെ ആ ഒരു ഉറക്ക ക്ഷീണവും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ബെഡ് വിരിച്ചിട്ട് ഹോളിലങ്ങ് കിടന്നു കേട്ടോ. ഞങ്ങൾ 4 കുഞ്ഞമ്മൻ്റെ റൂമിൽ പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ ഇവിടെ അമ്മച്ചിയും മോളും തമ്മിൽ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞ് വരുന്നു എന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പോൾ വരാം, പക്ഷെ എവിടെ പോവാന്നൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ രാവിലത്തെ പണി അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നെ ഋതുവിന് വേണ്ടി തരാന്നുള്ള സന്തോഷത്തിൽ തനിക്കുള്ളതാ ഇത് കണ്ടോ. ഋതുവിന് ഇപ്പോൾ അവൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഫുഡ് എന്തെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടത്തോടെ വന്നിരിക്കും. കൊടുക്കാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ ഇത്തിരി നുള്ളിയൊക്കെ കൊടുക്കും. പക്ഷെ ഇത് ഇന്നത്തെ കൊടുക്കാൻ പറ്റത്തില്ല, പൊറോട്ടയും ബീഫ് കറി ആയതുകൊണ്ട്. നമ്മൾ തിന്നുന്നതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അവൾ എന്ത് സാധനമാണ് പിന്നെ ഒരു പരിധി വരെ, അല്ലെങ്കിൽ അവൾ കഴിക്കില്ല. വിചാരം അവൾക്ക് നമ്മൾ കഴിക്കുന്നേ കൊടുക്കുന്നേ. ഇത്രയും നാളെന്നെ പറ്റിക്കുവായിരുന്നോ. ശാലുവിന്റെ ഋതുവിന്റെ നോട്ടം കണ്ടോ. എനിക്ക് തന്നിട്ടില്ല. എന്തിനാ ഇവക്കൊക്കെ കൊടുക്കുന്നേ. ഓ നീ എന്തിനാ ചിരിക്കുന്നത്, കൂടുതൽ ചിരിക്കണ്ടെന്ന്. കുറെ നേരം കൊണ്ട് ദ്വേഷിച്ച് നോക്കുന്നു. എന്തുവടി അമ്മച്ചി തിന്നുന്നു നീ? നിന്നെ അല്ലടി കൊറേ നേരം കൊണ്ട് നോക്കുന്നത്. എന്തുടി രണ്ടാമത് താഴെ ഇട്ടുന്ന പോലെ. ഈ ഒരു സാധനത്തിന് വേണ്ടി കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഇങ്ങനെ ഒരു കുറിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വായിച്ചിങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ശാലുവിനെയും സംഖ്യയും കൊണ്ട് വരാൻ വേണ്ടിട്ട് കിടന്ന് പിടിക്കും അമ്മച്ചിക്കാരി. ഇറങ്ങിയാടിയോടെ ടാറ്റ പോവാനെ കയറി ഇരിക്കുന്നവള്. ഇറങ്ങ വണ്ടി ഇറങ്ങ്. നമുക്ക് ടാറ്റ പോവായി. ഭയങ്കര ഇഷ്ടമൊക്കെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട്. ഞാൻ ഇരിക്കത്തില്ലല്ലോ ഫ്രണ്ടില്. ചേട്ടൻ ഇങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോഴേ ഗേറ്റ് തുറക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിലോട്ട് കൊടുക്കും. എന്നിട്ട് അവർക്ക് അതിനകത്ത് ഇരുന്നങ്ങ് സൂക്ഷിച്ച്. പോ ഋതുവേ വാ. ഞാൻ വരുന്നില്ല. മണ്ണിലൊക്കെ കേറോ ചാഞ്ഞ് എല്ലാത്തിലും ഇത് എത്താൻ പിടിക്കും. അതിന്റെ എന്നിട്ട് ഇതിന്റെ മണ്ടക്കോട്ട് കേറി കിടക്കും. അന്നേരം ഹോണാവും. മതി പോട്ടെ. അയ്യോ അച്ഛ പോയി. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും വന്നത് ഹോസ്പിറ്റലിലും കൂടെ പോകാൻ വേണ്ടി മാത്രമാണ്. ശാലുപിനെ പറയാൻ വേണ്ട, അവൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അവൾ വന്നത് തന്നെ. അവൾക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെയും പോകണമായിരുന്നു. കാരണം അവൾക്ക് നല്ല തലവേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ വന്ന സമയത്ത് തന്നെ പുനലൂർ പോയി കാണിച്ചെങ്കിലും അവിടെ എന്തൊക്കെയോ ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തു. ആ ക്യാഷ് പോയി തന്നെ മിച്ചം. പക്ഷെ അവൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ സംഗീത ശാലയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി കാണിക്കാന്ന് കരുതി.
ദാ വരുന്ന അമ്മ, അമ്മ ഇപ്പൊ വരാതെ. ദാ വരുന്ന പൊന്നാ. അമ്മ ദാ വരുന്നേ, കുഞ്ഞിപ്പെണ്ണിന്റെ അമ്മ ദാ വരുന്നേ. ഹോസ്പിറ്റലിൽ പോയവർ ഇനി എപ്പം വരുമെന്ന് അറിയത്തില്ല, രണ്ടുപേർക്കും കാണണമല്ലോ, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ച ആ ഒരു സമയത്തിന് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ തട്ടിക്കൂട്ടി എടുക്കാമെന്ന് കരുതി. അങ്ങനെ അരിയടപ്പത്ത് ഇട്ടതിന് ശേഷം ഋതുവിനെ കുളിപ്പിച്ച് അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട്. ആളുടെ മൂഡ് പോലെയൊക്കെ ഇരിക്കും, എഴുന്നേക്കുന്നതും എഴുന്നേക്കാത്തതും ഒക്കെ. അതുകൊണ്ട് ആളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് അരിയടപ്പത്ത് ഇട്ടിട്ടാണല്ലോ പോയത്. വന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും വേവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുരിങ്ങയില അമ്മ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ, അതിവിടെ ഇരിക്കുകയായിരുന്നു. ഞാനത് എടുക്കാൻ 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഇലയൊക്കെ കൊഴിഞ്ഞ് അതിനകത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചൂരി എടുക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ കൊഴിഞ്ഞ് കിടന്നാലും അതിൻ്റെ കമ്പും കുളിയൊക്കെ നുള്ളി പറക്കാൻ കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് അടച്ചിടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഇതാ മുരിങ്ങയിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കിയിട്ട് അതൊന്ന് അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തത്തിപ്പൊത്തി വെച്ച് ഒന്ന് വേവിച്ചൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഒഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ കരുതി രസം ഉണ്ടാക്കുകയാണ്. സംഗിക്കും ശാലുവിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസം. ശാലുവിനാണെങ്കിൽ പിന്നെ രസം ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പച്ചയ്ക്ക് അരച്ച് ഇങ്ങനെ വെള്ളക്കറി പോലെ വെക്കുമല്ലോ, അതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് മീൻകറി ഉണ്ട് കേട്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയി. മീൻകറി ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി പോയി കറിയൊന്നും വെക്കണ്ട, ഞാൻ മീൻകറി തന്നു വിടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കറി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒഴിച്ചിറക്കി എന്തെങ്കിലും കൂടെ രസം കൂടെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് രസം ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ അങ്ങ് വെക്കും കേട്ടോ. പക്ഷെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രസം വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവിടെ അമ്മയൊക്കെ പറയും നീ വെക്കുന്ന രസം അടിപൊളിയാണെന്ന്. അപ്പോൾ എന്തായിരിക്കും, കൊള്ളായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അമ്മയൊക്കെ അങ്ങനെ പറയുന്നത്. അങ്ങനത്തെ രസം പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയി ഋതുവിനെ നോക്കുന്നുണ്ട്, ആൾ എഴുന്നേക്കുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആൾ എഴുന്നേറ്റതേ ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കിടന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഋതു ഉറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഒട്ടുമിക്ക ജോലികളെല്ലാം എനിക്ക് ഒതുക്കാൻ പറ്റി. ഇതെല്ലാം വെക്കാൻ പറ്റുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി മീൻ ഇരിപ്പിട്ട് മീൻ വറുക്കാനും കൂടെ കഴുകി എടുക്കണം. നമ്മൾ കായംകുളത്ത് പോയിട്ട് വന്നപ്പോൾ ചൂര വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കുകയാണ്. അന്നേരം ഇവർ വന്നിട്ട് മീൻ വെട്ടാമെന്നും കരുതി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പം ഋതു എഴുന്നേറ്റ് കരയൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ അവളെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും കുഞ്ഞനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു ഞങ്ങളിതാ ഇപ്പോൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഋതു വന്നിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് വെച്ച് ചിണുങ്ങിയെങ്കിലും ഞാൻ പാൽ കൊടുത്ത് വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ആ മീനും കൂടെ കഴുകിയെടുക്കാമെന്ന് കരുതി. ചൂര ആയതുകൊണ്ട് വലിയ പാടില്ലല്ലോ. അങ്ങനെ മീനും കഴുകിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ സംഗി വന്നിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ പറയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് അവൾക്ക് പിന്നെ എന്തൊക്കെയോ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു തോന്നുന്നു ഋതു എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എഴുന്നേറ്റിപ്പം വലിയ കരച്ചിലും മക്കളൊന്നും ഇല്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേതിങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര കരഞ്ഞുകൊണ്ടൊക്കെ നടക്കാറുണ്ട്. ഞാനാണെങ്കിൽ മീൻ കഴുകി തീർന്നിട്ടും ഉണ്ടായിരുന്നില്ല, കൈ കഴുകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവള് എഴുന്നേറ്റ് കരഞ്ഞാൽ പിന്നെ എടുക്കണമല്ലോ. പിന്നെ ഇവരൊക്കെ കാണുവാണെങ്കിൽ പിന്നെ ആൾ ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ ശാലുവിന് മൂക്കിലടിക്കാനൊക്കെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ കുരുക്കൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ ഇവൾ സ്വന്തമായിട്ട് അടിക്കുന്നില്ല. അങ്ങനെ പിന്നെ കുഞ്ഞിനാണ് പിന്നെ അടിച്ചു കൊടുത്തത്. ഇനി ഇവൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവൾ അടിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. മരുന്ന് വെറുതെ ആണോ കൊണ്ടുപോകുന്നതെന്നും അറിയില്ല. അങ്ങനെ ഇതാ മീൻ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ട് ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കറിയും രസവും ഉണ്ടല്ലോ, അന്നേരം മീൻ വറുക്കാമെന്ന് കരുതി. നല്ല ചൂര മീനായിരുന്നു കേട്ടോ. അധികം ബ്ലാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെള്ളച്ചൂരയായിരുന്നു. നല്ല നെയ്യുള്ള ചൂരയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാനെന്ന് അമ്മയുടെ കുഞ്ഞിമാവേ ഋതുവിന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്.
മീൻ വറുക്കാനുള്ളത് ഞാൻ അടുപ്പത്താക്കിയിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതാ ഋതുവിന് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാറുള്ളതാട്ടോ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവൾക്ക് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറയുമ്പോഴേ ഓർത്ത് ഞാനാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സ്കാനിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഋതു ഒന്ന് തിരിഞ്ഞ് കമിഴ്ന്നൊക്കെ കിടക്കും കേട്ടോ. ആൾ പിന്നെ ഒന്ന് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് എത്ര വട്ടം സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. ആ സമയത്ത് ചൂടുവെള്ളം കുടിക്കാൻ പറഞ്ഞ് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട്, കോഫി ചായ അങ്ങനെയൊക്കെ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ആൾ തിരിഞ്ഞ് വരത്തേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സമയം ഞാൻ പിന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അവൾ തിരിഞ്ഞ് വരും കേട്ടോ. പിന്നെ ആ ടെക്നിക്ക് മനസ്സിലായതിന് ശേഷം പിന്നെ ഞാൻ ഓറഞ്ച് ജ്യൂസ് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല തണുത്തത്, അത് മധുരം ഇല്ലാത്തത്. അപ്പോഴത്തേക്ക് ആൾ തിരിഞ്ഞു വരും. ആൾക്ക് അന്നേ അത് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുമ്പോൾ ഇങ്ങനെ ഓറഞ്ച് കാണുമ്പോൾ ആളിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് മടി കാണിക്കുന്നേ? എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? മാറുന്നില്ല, കിളിക്കുന്നില്ല, കിളിക്കുന്നില്ല, കിളിക്കുന്നേ പൊട്ടിപ്പൊളിച്ചു. ആകെ എടുക്കുന്നത് പണ്ടാരം ഒരു ദിവസം പോലെ ആ കൊച്ചു ഉപയോഗിച്ചില്ല. പോയപ്പോഴത്തേക്ക് മമ്മി വാങ്ങിച്ചു കൊടുത്തായിരുന്നു ഈ കിളിക്കാൻ പെട്ടിയും പിന്നെ ഒരു ഫോണും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അവൾ തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് പിടിക്കുമ്പോഴേ തന്നെ. അങ്ങനെ പിന്നെ ഇതാ അവിടെ നിന്ന് കുറേ നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി. കട്ടനായിരുന്നു കേട്ടോ. ശാലുവിന് ഇപ്പോൾ പാലൊന്നും അങ്ങനെ അവൾ കുടിക്കാറില്ല. സംഗിയും കട്ടനും ചായ അങ്ങനെ ഒന്നും കുടിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കട്ടനിട്ടു. കട്ടനിട്ടിട്ട് പിന്നെ എന്താ സംഗിയല്ലോ ശാലു ഇന്ന് പോകാൻ പോകട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശാലു ഇന്ന് പോകുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ കൊണ്ടുപോകാനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയും മമ്മിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശാലു പോവുകയാണല്ലോ. അങ്ങനെ പിന്നെ ഋതു ആണെങ്കിൽ ഇവിടെ ഭയങ്കര കാര്യം പറച്ചില്ല കേട്ടോ. അവളുടെ അമ്മച്ചമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഞങ്ങളെ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ വൈകിട്ട് പോകാനൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്ക് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്ത് നോക്കുന്നത്. സംഗീതയിൽ ഇതായി ഒരു സാധനം ഉണ്ടായിരുന്നു, അത് വെച്ച് വലിച്ചെടുത്ത് കാര്യമില്ല. ഇപ്പൊ അടിച്ചിട്ടോ ഇയാള് പിന്നെ ട്രെയിൻ ചെയ്ത് അടിക്കുവോ? ട്രെയിൻ കഴിയുന്നത് മിക്കവാറും മോണോ ആക്ട് ആയിരിക്കും അവിടെ പോയി അടിച്ച. മലന്ന് പോവല്ലേ ശാലു? അങ്ങനെ മുടിക്ക് കുറച്ച് നീളം വെച്ചതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതിങ്ങനെ അതുകൊണ്ട് വലിച്ചിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് മുടി അതിനകത്ത് ഊരി പോകുന്നുണ്ടോന്നായിരുന്നു എനിക്ക് ഡൗട്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് വലിച്ച് നീട്ടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പോകാനൊക്കെ ഉള്ള ഒരുക്കങ്ങളാണ്. ശാലുവിന് ട്രെയിൻ ഒരു 10:30 കണ്ടാണ് ട്രെയിൻ. അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 അടുത്ത് കയറാനേ ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. ഇവിടെ വന്നത് തന്നെ ശാലുവിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാൻ കുറച്ചധികം സാധനങ്ങൾ വേണം, എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു പോകുന്ന വഴിക്ക് നമുക്ക് മേടിക്കാമെന്ന്. അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയത്. അവൾക്ക് വേറെ എന്തൊക്കെ സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്നിട്ട് അവൾക്ക് ഷാമ്പൂ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ഐറ്റംസ് കുറച്ച് വേണമായിരുന്നു. അതെല്ലാം അവൾക്കെടുത്ത് പറഞ്ഞു നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പോയിട്ട് ഓരോന്നിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് ചെറിയ പാക്കറ്റൊക്കെ നോക്കിയിട്ടാട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ ഈ ബിസ്ക്കറ്റ് അവൾ അവിടെ കഴിക്കുന്നതെന്നാട്ടോ പറഞ്ഞത് നല്ലതാണെന്ന്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അതില്ല ചായയുടെ കൂടെ കുടിക്കുന്നതല്ലേ, അതൊക്കെ ആയോ ഇപ്പം? പിന്നെ അല്ല അമ്മയുടെ കുഞ്ഞെവിടെ? അമ്മേന്റെ ഋതുവിനെ കണ്ടോ? ഋതു ഒരു പിടിച്ചതാണ്ടോ. പിന്നെ അവിടെ അവൾ വിടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടവെടുത്തേ പറ്റുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഒരു അടവാണ് ഋതുവിനെ കണ്ടോ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആള് മുടിയിൽ ഇങ്ങനെ പതുക്കെ വിട്ടിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുക കേട്ടോ. അതാണ് എൻ്റെ ലാസ്റ്റ് അടവ്. അങ്ങനെ പതുക്കെ മുടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി ഞാൻ കുഞ്ഞൻ്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഋതുവിനെ കൊണ്ടുപോയി ആളുടെ കയ്യിൽ ഇതിനെ ഇരിക്കട്ടെ, 2 കിട്ടുവാണെങ്കിൽ അച്ഛനും കൂടെ കിട്ടട്ടെ എന്ന് കരുതി. അങ്ങനെ പിന്നെ ഞങ്ങൾ
ഞങ്ങൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ബില്ലടിച്ച് ഇതായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊക്കെ അവളുടെ ബാഗിലോട്ട് ആക്കണം. അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ പിന്നെ അതൊക്കെ പറക്കി ബാഗിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ശാലുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താ വേണ്ടേ, എവിടെ പോയാൽ കഴിക്കണ്ടേ എന്നൊക്കെ. അവൾ അവിടെ നിന്ന് വരുമ്പോൾ പറയുമായിരുന്നു എനിക്ക് അവിടെ വന്നിട്ട് വേണം എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഉത്സവവും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇന്നലെ വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിലോട്ട് വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആനിവേഴ്സറിക്ക്. അന്ന് ശാലു ഉണ്ടായിരുന്നു, സംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഋതുവാണെങ്കിൽ ഇവിടെ കിടന്ന് കളിയും ബഹളമൊക്കെ ആയിരുന്നു. പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ വിളിച്ചിടാന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഞം തിന്നാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതേ കൂട്ടുള്ള സീറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഋതുവിനെ ഇരിക്കാനും അവളെ ഇരുത്താനും കിടത്താനും ഒക്കെ പറ്റും കേട്ടോ. ആൾ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചായച്ച് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യാം. അല്ലാത്ത കസേരയൊക്കെ ആണെങ്കിൽ ഇവൾ ചാടി കയറി നിന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര പാടാണ്, നമുക്ക് ഫുഡ് കഴിക്കാനും ഭയങ്കര പാടാണ്. അപ്പം ഞാൻ എവിടെ പോയാലും ഇങ്ങനെയുള്ള സ്ഥലം നോക്കിയിരിക്കും. ഈ സെറ്റ് പോലെയുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആളെ ഇരുത്തിയിട്ട് നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അങ്ങനെ എൻ്റെയും സംഗീയുടെയും ഇടയ്ക്ക് അവളെ ഇരുത്തിയിട്ട് അവൾക്ക് പിന്നെ കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഇരുത്തിയേക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അവൾ ബഹളം വെക്കും. അപ്പം ഞാനാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് സ്നാക്സ് എന്തെങ്കിലും, അതായത് ഇങ്ങനെ ഏത്തയ്ക്കോ അല്ലെങ്കിൽ പഴമൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ. അങ്ങനെ അതിൽ നിന്നൊക്കെ ഇച്ചിരി കൊടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ അവൾ കഴിക്കും കേട്ടോ. അങ്ങനെ ഫുഡ് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശാലുവിന് ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണല്ലോ, പിന്നെ ഇന്ന് പോകാനും പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ശാലുവിനാണെങ്കിൽ ടെൻഷൻ കൊണ്ട് അവൾ ഫുഡ് പോലും കഴിച്ചില്ല കേട്ടോ. അവൾ അതിൽ നിന്ന് കുറച്ച് അതൊരു 1/4 ഭാഗം കൊണ്ടേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചത് അവൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. ട്രെയിനിലങ്ങനെ അവൾ ഇരുന്ന് കഴിക്കട്ടെ എന്ന് അതങ്ങനെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ശാലു പോയി. അവളുടെ കൂടെ പിന്നെ സംഗിയും കൂടെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാനും പോയോ കുഞ്ഞിൻ്റെ പോയോ? എങ്ങോട്ട് പോയി? അയ്യോ, ഇതുവാണെങ്കിൽ മേമയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിനാണെങ്കിൽ കാറും കൊണ്ട് ഇങ്ങ് കിടക്കുമായിരുന്നു. പിന്നെ അവിടെ വരെ ഞാനിങ്ങനെ നടന്നു വന്നു. സംഗീയുടെ പിറകെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.